ഹായ് കൂട്ടുകാരെ, ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. ഈ വീഡിയോ ഉണ്ടല്ലോ, എനിക്കൊന്നും പറ്റില്ല, എന്നെക്കൊണ്ടൊന്നും ആവില്ല, ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് ഒന്നും ആവാത്തത് എന്നൊക്കെ ചിന്തിക്കുന്ന, മനസ്സിൽ കരുതുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഭൂമിയിലുണ്ടല്ലേ. പക്ഷെ നമുക്കൊന്നും ആവില്ല എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ലേ. എൻ്റെ മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കൊരു കാര്യം നിനക്കത് ചെയ്യാനാവില്ല, അതവിടെ വെച്ച് ഞാൻ നിനക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല? ശ്രമിച്ചൂടെ? ശ്രമിച്ചാലാവുമല്ലോ. കുഞ്ഞു നാൾ തൊട്ടേ എൻ്റെ ഒരു മനസ്സിലൊരു വാശിയായിരുന്നു കേട്ടോ. ആരെങ്കിലും എനിക്കതാവില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണമെന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്നലെ എൻ്റെ ചക്കര എൻ്റെ ഏച്ചിയുടെ മോള് മൈലാഞ്ചി കൊണ്ടുവന്നത് പൗള് പറഞ്ഞു, മേമ്മ ഞാൻ ഇട്ട് തരാം മൈലാഞ്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്കിട്ടൂടാ? നമ്മളുടെ ശരീരത്തിലൊരു അവയവം നമുക്ക് പണിമുടക്കി കഴിയുമ്പോൾ മറ്റൊരു അവയവം നമുക്കത് ഉപകാരപ്പെടും. എല്ലാവരും ഫുഡ് കഴിക്കാനും സംസാരിക്കാൻ മാത്രമല്ലേ വായു ഉപയോഗിക്കുന്നുള്ളൂ. ആരെങ്കിലും പരീക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ അറിയോ, മറ്റ് കൈകളൊന്നും നമുക്ക് അനങ്ങില്ല, ചലിക്കില്ല, ശേഷിയില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം നമുക്കത് പറ്റില്ല എന്ന്. അപ്പോൾ നമ്മൾ വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അങ്ങനെ ഞാൻ ഒരു മനസ്സിൽ ആദ്യമായിട്ടോ ഞാൻ വായു കൊണ്ട് ഇങ്ങനെ കടിച്ച് പിടിച്ച് ചിത്രം വരക്കുന്ന അല്ലാണ്ട് മൈലാഞ്ചി ഇടുന്ന ആദ്യമായിട്ടാണ്. നിങ്ങളെൻ്റെ മൈലാഞ്ചി ഇട്ടത് എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. എന്താ പറയുക, എൻ്റെ കൈ ഷേപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈലാഞ്ചി ഇട്ടത് എല്ലാവരും കൈക്ക് ഇടുന്ന പോലത്തെ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ഞാൻ തന്നെ ഇടണമെന്നൊരാഗ്രഹം. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തം തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കൈ കൊണ്ട് പറ്റാത്തത് വായു കൊണ്ട് ചെയ്യും, അല്ലെങ്കിൽ കാല് കൊണ്ട് ചെയ്യും. ഇതൊക്കെയാണ് എനിക്ക് ഒരു ചെയ്യാൻ പറ്റില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തിയല്ലേ. നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് അതിനൊരു സുഖം അല്ലേ. അതുകൊണ്ട് ആരും ഒരിക്കലും എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സാധിക്കില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. മനസ്സ് തളരാതെ നമുക്കുള്ള കഴിവ് എന്താണോ അത് കണ്ടുപിടിച്ച് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുപോലെ തന്നെ ചെയ്യാൻ എന്നെപ്പോലെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരപയോഗം നമുക്ക് പണിമുടക്കുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അത് കണ്ടുപിടിച്ച് അതെന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിൽ അത് നമ്മളുടെ കഴിവ് എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ വളർത്തിയെടുക്കുക. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നമുക്ക് ഒരത്ഭുതമായിട്ട് ആർക്കും ചെയ്യാൻ കഴിയാത്തതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പോഴല്ലേ ജീവിതത്തിൽ പൊരുതുക എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ജീവിതം. നമ്മൾ വിചാരിക്കുന്നതും നമ്മൾ സ്വപ്നം കാണുന്നതൊന്നും നടക്കില്ല. പക്ഷേ നമ്മളുടെ ജീവിതം എങ്ങനെയാണോ പോകുന്നത് ആ